ന ന ന കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം 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 ന ന ന. നമസ്കാരം. വൈത്താരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ യാദൃച്ഛികമായി ഒക്കെയാണ് പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. കലാരംഗത്ത് ഉയർന്ന നിലയിൽ നിൽക്കുന്ന കലാമണ്ഡലം നാരായണൻ നാരാശാൻ, അദ്ദേഹം അപ്രതീക്ഷിതമായി അകാലത്തിൽ ഒക്കെയാണ് നമ്മളെ വിട്ടുപിരിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പ്രത്യേകം ഞാൻ പരാമർശിക്കേണ്ടതില്ല. കലാമണ്ഡലത്തിൽ ദീർഘകാലം അഭ്യസിച്ച് നിരവധി സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് വീണ്ടും കലാമണ്ഡലത്തിൽ അധ്യാപകനായി വകുപ്പധ്യക്ഷനായി പിരിഞ്ഞ മദ്ദള കലാകാരൻ, അധ്യാപകൻ. അതിലൊക്കെ അപ്പുറം അദ്ദേഹം താല്പര്യവും സന്തോഷവും കണ്ടിരുന്നത് മദ്ദളം എന്ന വാദ്യ ഉപകരണത്തെ ഏതു വിധത്തിൽ സഹൃദയർക്ക്, കലാസ്വാദകർക്ക്, പഠിതാക്കൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ സാധിക്കുമോ, അത് എത്ര കണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞാലും മതിവരാത്ത നാരായണേട്ടൻ തൻ്റെ ജീവിതകാലത്തിൽ ഉണ്ടായ ഓരോ അനുഭവങ്ങളും വളരെ വ്യക്തമായി പറയാൻ സാധിക്കുന്ന നാരായണേട്ടൻ. അത് സ്ഥാപനത്തെക്കുറിച്ചാണെങ്കിലും അവിടുത്തെ അധ്യാപകരെക്കുറിച്ചാണെങ്കിലും ഓരോ കലാമേഖലയെക്കുറിച്ചാണെങ്കിലും വ്യക്തിപരമായാണെങ്കിലും വളരെ കൃത്യമായി അത് പറയാൻ സാധിക്കുക, അത് ഓർമ്മ വെച്ച് പറയാൻ സാധിക്കുക, അങ്ങനെയുള്ള നാരായണേട്ടൻ. മദ്ദളത്തിൻ്റെ, കഥകളി മദ്ദളത്തിൻ്റെ പാരമ്പര്യ ശൈലിയിൽ വളരെ ഉറച്ചു നിന്നുകൊണ്ട് കാലവും നിലയും ഒക്കെ സൂക്ഷിച്ചുകൊണ്ട് കൊട്ടുന്ന നാരായണേട്ടൻ. ഞാനീ പറഞ്ഞതിൽ വളരെ ചെറിയ വാക്കുകളാണ്. അദ്ദേഹം ഇതിനൊക്കെ അപ്പുറമാണ്. സൗഹൃദബന്ധം എപ്പോഴും ഞങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്നു. എന്നെ ഒരു അനിയനെ പോലെ എപ്പോഴും സ്നേഹിക്കുകയും ചെയ്തിരുന്നു. നാരായണേട്ടനെ ഈ വൈത്താരിയിൽ വളരെ നേരത്തെ തന്നെ വിചാരിച്ചിരുന്നതാണ്. അല്പം വൈകിപ്പോയി എന്ന് മാത്രം. അത് പലരുടെയും അസൗകര്യം കൊണ്ടാണ്. പക്ഷേ അങ്ങനെ എടുക്കാൻ സാധിച്ചത്, അദ്ദേഹത്തിനോട് സംസാരിക്കാൻ, അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിച്ച വളരെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എങ്ങനെയും ഇന്ന് അദ്ദേഹത്തിൻ്റെ 1ാം ചരമ വാർഷിക ദിനമാണ്. ഏപ്രിൽ 25, 2026. അപ്പോൾ ഇന്ന് ഇത് സഹൃദയർക്ക് മുമ്പിൽ, കലാസ്വാദകർക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട്. നാരായണേട്ടൻ്റെ ഉള്ളിലത്തെ ആശയങ്ങൾ അത് ശേഖരിച്ച് വയ്ക്കാൻ സാധിച്ചു എന്നുള്ള ചെറിയ ഒരു സന്തോഷവുമുണ്ട്. അദ്ദേഹം നമ്മുടെ ഒപ്പം ഇല്ല എന്നുള്ള ദുഃഖമുണ്ടെങ്കിലും. യാദൃശ്ചികമായി പറയട്ടെ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായ, ഒപ്പം സഹകലാകാരനുമായ കലാമണ്ഡലം കേശവേട്ടൻ്റെ 7ാം ചരമ ദിനവുമാണ് ഇന്ന്. എടപ്പള്ളി അദ്ദേഹത്തിൻ്റെ അനുസ്മരണം വളരെ ഗംഭീരമായി തന്നെ നടക്കുകയും ചെയ്യുന്നു. പ്രശസ്ത കലാകാരി, ഒട്ടംതുള്ളൽ കലാകാരി ആയ കലാമണ്ഡലം ദേവകി ടീച്ചർ ആണ്
നാരായണേട്ടൻ്റെ പത്നി. അവരും നാരായണേട്ടനെ പറഞ്ഞതുപോലെ തന്നെ അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ നല്ല ഒരു കലാകാരിയാണ്. ഓട്ടംതുള്ളലിൻ്റെ പഴയകാല കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥിയായിരുന്നു. നിരവധി അരങ്ങുകളിൽ വിദേശങ്ങളിലടക്കം അവർ ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നാരായണേട്ടൻ്റെ മക്കൾ പ്രസാദ്, പ്രസീത എന്നിവരാണ്. കലാതാല്പര്യമുള്ള 2 പുത്രനും പുത്രിയുമാണ് അദ്ദേഹത്തിന് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ മരുമകൾ പ്രസാദിൻ്റെ ഭാര്യ സംഗീത കലാമണ്ഡലത്തിൽ നൃത്തവിഭാഗം അധ്യക്ഷയാണ് ഇപ്പോൾ. കലാമണ്ഡലം സംഗീത. ഇവരെ കൂടി കൂട്ടത്തിൽ പരാമർശിക്കുന്നു എന്ന് മാത്രം. നല്ല ഒരു നിറഞ്ഞ കലാകാര കുടുംബമാണ് അദ്ദേഹത്തിൻ്റേത്. ഏതായാലും ഈ 2 കലാകാരന്മാരുടെ മുൻപിൽ ഞാൻ നമസ്കരിക്കുന്നു. ഈ വായ്ത്താരി നമുക്ക് മുമ്പിൽ നാരായണേട്ടൻ്റെ ഉത്തരങ്ങൾ പറയിപ്പിക്കുന്നത് കഥകളി ലോകം ഒരുപക്ഷെ യുവകലാകാരന്മാർ അല്ലെങ്കിൽ ചെറുപ്പ കലാകാരന്മാർ അരങ്ങേറ്റം കഴിഞ്ഞ ഏതൊരു കലാകാരനെയും സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ ശ്രദ്ധേയനായ ചാലക്കുടി മുരളി മാസ്റ്റർ അവറുകളാണ് നാരായണേട്ടനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. വളരെ നേരമുള്ള ഒരുപക്ഷെ 2 മണിക്കൂർ നേരം ഉള്ള ഒരു സംഭാഷണമാണ് നമുക്ക് ഇവിടെ ശേഖരിക്കാൻ സാധിച്ചിട്ടുള്ളത്. എങ്ങനെയും മുരളി മാസ്റ്ററുടെ കഴിവുകൾ ഞാൻ ഇതുപോലെ പറയുന്നില്ലേ, കൃത്യമായി കഥകളിയുടെ കഥകളും അവതരണങ്ങളും കലാകാരനെയും വളരെ കൃത്യമായി അറിയുക, പുതിയ പുതിയ അവതരണ മേഖലകൾ കണ്ടെത്തി കലാകാരന്മാരെ കണ്ടെത്തി അത് അവതരിപ്പിക്കുന്നതിൽ താല്പര്യം കാണിക്കുക, ഇതൊക്കെ മുരളി മാസ്റ്ററുടെ പ്രത്യേകതകളാണ്. എങ്ങനെയും നാരായണേട്ടൻ്റെ ഈ വായ്ത്താരി കലാസ്വാദകർക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിച്ചതിലുള്ള കൃതാർത്ഥത ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ. നാരായണേട്ടൻ്റെ മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വായ്ത്താരി കലാസ്വാദകർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു, കലാകാരന്മാർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പ്രശിഷ്യർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇടം പ്ലസ് തല വായ്ത്താരി എന്ന ആ ഒരു ചിന്തയിലേക്കാണ് ഇന്ന് നമ്മൾ ഒരു വലിയ കലാകാരനെ പരിചയപ്പെടുത്തുന്നത്. മദ്ദള ലോകത്ത് ഇന്ന് പഴമയും പുതുമയും ഒന്ന് യോജിപ്പിക്കാൻ പാകത്തിന് 2 കാലത്തിനും പരിചയമുള്ള ബഹുമാനായ കലാമണ്ഡലം നാരായണൻ നായരാശാനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. എപ്പോഴും നമ്മൾ പറയുമ്പോൾ അറിയാതെ അതിൻ്റെ ഒരു ബ്രാക്കറ്റിൽ നെല്ലുവായി വരും. അങ്ങനെയുള്ള ആശാനെ ഇന്ന് വായ്ത്താരിക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നു. നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാം. ആശാൻ സ്വാഗതം, ഇതിലേക്ക് സ്വാഗതം. പ്രധാനമായിട്ടും അങ്ങയുടെ ബാല്യം രായിരനെല്ലൂർ ആണ് എന്ന് കേട്ടിട്ടുണ്ട്. അതുകൂടാതെ തന്നെ വലിയൊരു ബന്ധം തിരുവേപ്പുറയായിട്ടും ഉണ്ട്. വഴിയെ അത് നെല്ലുവായി ആയിട്ടും പിന്നീട് കലാമണ്ഡലമായിട്ടും. അപ്പം ഞങ്ങളെയൊക്കെ കേട്ടിട്ടുള്ളൊരു രീതി അനുസരിച്ച് ഈ പറയുന്നതെല്ലാം ഇതിൻ്റെ എല്ലാം ചരിത്രത്തിൽ ഒഴിവാക്കാനാവാത്ത ഒരാളായിട്ടാണ് അങ്ങേ ഞങ്ങൾ കാണുന്നത്. അങ്ങയുടെ ബാല്യം ഒന്ന് വിശദീകരിച്ചാൽ, അതായത് പഠനമൊക്കെ തുടങ്ങാൻ വരെയുള്ള കാലം ഒന്ന് വിശദീകരിച്ചാൽ ആദ്യം സന്തോഷമായിരുന്നു. അച്ഛനമ്മയും തുടക്കത്തിലെ ഗുരുനാഥന്മാരെയൊക്കെ അടുത്ത തലമുറയ്ക്ക് അറിയാനുള്ള ആഗ്രഹം ആദ്യം പങ്കുവയ്ക്കട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പൂർവിക തറവാട് എന്ന് പറയുന്നത് കുറ്റിപ്പുറം അടുത്തുള്ള പള്ളിപ്പുറം, അതായത് പട്ടാമ്പിക്ക്
കുറ്റിപ്പുറത്തിൻ്റെ ഇടയ്ക്ക്. അവിടെയാണ് ഞങ്ങളുടെ കുടുംബം. അവിടുന്ന് മുത്തച്ഛൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ ഭാഗത്തോടു കൂടി മുത്തച്ഛൻ്റെ വീട്ടിലേക്ക്, അതാണ് രായിരനെല്ലൂർ കാരനാവാനുള്ള ഒരു കാരണം. അച്ഛൻ്റെ വീട് തിരുവേഗപ്പുറയാണ്. അപ്പോൾ കുട്ടിക്കാലത്ത് മുഴുവൻ കളിച്ചു നടക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുഴുവൻ ഈ തിരുവേഗപ്പുറ ക്ഷേത്ര പരിസരത്തും ആ നദി ആ പരിസരമാണ് എൻ്റെ മനസ്സിൽ എന്നും കൂടുതൽ വിളങ്ങി നിന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു കാരണം, ഞങ്ങൾ തിരുവേഗപ്പുറ ഉത്സവം എന്ന് പറഞ്ഞാൽ മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നായിരുന്നു. 3 കൊടിമരങ്ങളുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവേഗപ്പുറ. ഇതിൻ്റെ പടിഞ്ഞാറ് നടക്കിലാണ് അച്ഛൻ്റെ വീട്. അച്ഛൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്. അദ്ദേഹത്തിന് 4 പെങ്ങന്മാരാണ്. പെങ്ങന്മാരെന്ന് പറഞ്ഞാൽ സഹോദരികൾ, ഒരേ ഒരു ആണും. അപ്പം ഞങ്ങൾ കുട്ടികളോട് വാത്സല്യം ഇവർക്ക് ആർക്കാണോ കൂടുതൽ എന്നറിഞ്ഞുകൂടാ, അങ്ങനെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് രായിരനെല്ലൂരിൽ നിന്ന് വിട്ടാൽ പള്ളിപ്പുറത്തേക്ക് പോകുന്നതിനെക്കാട്ടിലും കൂടുതൽ ഞങ്ങൾക്ക് ഇഷ്ടം തിരുവേഗപ്പുറയ്ക്ക് പോക്കാണ്. അപ്പോൾ തിരുവേഗപ്പുറ പോയാൽ മാത്രം പോരാ, അവിടുത്തെ ക്ഷേത്രം, ആ ക്ഷേത്രത്തിലുണ്ടായിരുന്ന അതിഗംഭീരനായ ഒരു ആന, അവരെ ആ ആനയെ കുളിപ്പിക്കുന്നത് കാണാൻ ആ പുഴവക്കത്ത് ചെന്ന് നിൽക്കുക. ആ പുഴവക്കത്ത് ചെന്ന് നിൽക്കുന്നതിനോടൊപ്പം തന്നെ അവിടെ ഒരു പത്തായപ്പര ഉണ്ടായിരുന്നു പടിഞ്ഞാറേ നടക്കിൽ. ഈ പത്തായപ്പരയുടെ മുകളിലിരുന്നിട്ട് ഞങ്ങൾ കുട്ടികളെയൊന്നും അങ്ങോട്ട് പ്രവേശിപ്പിക്കില്ല. അങ്ങോട്ട് ബഹളം കൂട്ടുകയുള്ളൂ, അതുകൊണ്ട് വേണ്ട എന്നുള്ള രീതിയിൽ അവിടുത്തെ നിയന്ത്രിക്കുന്ന കുറച്ച് ആൾക്കാർ. അക്ഷരശ്ലോകം കേൾക്കുന്നത് അവിടുന്നാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. ചെറുളിയിൽ കുഞ്ഞുണ്ണി നമ്പീശൻ വളരെ പ്രസിദ്ധ കവിയായിരുന്നു. ചൊല്ലിൽ ഇല്ലെങ്കിലും വാഴങ്കുന്നം, സാക്ഷാൽ വാഴങ്കുന്നം, അദ്ദേഹം ഇവിടെ വന്ന് ഒക്കെ ഒന്ന് കാണും. അത് കഴിഞ്ഞ് ഞങ്ങളുടെ കുട്ടികളുടെ കൂടെ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം എന്തെങ്കിലും നേരം പോക്കുകൾ കാണിച്ചു അങ്ങനെ കാണിക്കുക. അങ്ങനെ കൊട്ടിലും പാട്ടിലും എല്ലാ കാര്യത്തിലും ആന മുതൽക്ക് ഇത് ഞങ്ങൾക്ക് കുട്ടികൾക്കൊരു ഹരാണ്. ഉത്സവവും അതുപോലെ തന്നെ. 3 തായമ്പകയും മറ്റും ഒരുപോലെ നടന്നിരുന്ന മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവേഗപ്പുറ. അതിൻ്റെ കാരണം തിരുവേഗപ്പുറ രാമപുതുവാളുടെ വലത്തും ഇടത്തും നിൽക്കുന്ന രീതിയിലുള്ള മറ്റു ഉഗ്രന്മാരായിട്ടുള്ള ആചാര്യന്മാർ. എന്തിന്? ഞങ്ങളുടെ പ്രിയപ്പെട്ട കേശവേട്ടൻ, ഞങ്ങൾ കേശവേട്ടൻ എന്നാണ് വിളിക്കുക. കേശവേട്ടൻ, എരുമത്ത കുഞ്ഞൻ എന്നൊക്കെ പറഞ്ഞ ഒരേ പ്രായക്കാരാണ്. ഇവരാണ് ഞങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ തരും. കുട്ടികൾ അങ്ങോട്ട് പോകണം, കുട്ടികൾ ഇങ്ങോട്ട് വരണം, അവിടെ വരണം എന്ന് പറയുന്ന രീതി. ഇതൊക്കെ കിടന്നാണ് എൻ്റെ ബാല്യകാലത്തെ ഓർമ്മകൾ തിരുവേഗപ്പുറയായിട്ടുള്ള ഇത്. രായിരനെല്ലൂർക്ക് കിടന്നാൽ അവിടെ നാറാണത്ത് ഭ്രാന്തൻ്റെ കഥ, ഈ പറയവേറ്റപ്പൻ തിരുവലം എന്നൊക്കെ ഇല്ലേ, അതിലത്തെ ഭ്രാന്തൻ. ആ മലയുടെ മുകളിലേക്കാണത്രേ ഈ ഭ്രാന്തൻ കല്ലുരുട്ടി കയറ്റിക്കൊണ്ടിരുന്നത്. ആ കഥകൾ മനസ്സിലാക്കാൻ തുടങ്ങി. ഇപ്പോഴും ഞാൻ കൊല്ലത്തിൽ ഒരു ദിവസമെങ്കിലും ഇവിടെ കയറാറുണ്ട്. ഇതിപ്പോൾ 2 കൊല്ലമായിട്ടൊരു ബ്രേക്കാണ്. ഇതൊക്കെ നമുക്കൊരു വഴികാട്ടി രൂപത്തിലാണ് ഇവരുടെയൊക്കെ സന്ദേശങ്ങൾ നമ്മളിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഇതിനോടൊപ്പം തന്നെ ഈ വായനശാലകളുടെ വരവാണ്. അവിടെ കുറുവാന്തൊടി ശങ്കരൻ എഴുത്തച്ഛൻ എന്ന് പറഞ്ഞൊരു കവി ഉണ്ടായിരുന്നു. ചങ്ങമ്പുഴയുടെയൊക്കെ സമകാലീനാണ്. പെരിന്തൽമണ്ണ സ്കൂള്, അങ്ങനെ പല ഹൈസ്കൂളിലും മാഷായിരുന്നു. വളരെ ചെറുപ്പത്തിലദ്ദേഹം മരിച്ചുപോയി. അങ്ങനെ വന്നപ്പോൾ പിന്നെ അദ്ദേഹം മരിച്ചപ്പോൾ ഈ എഴുത്തച്ഛൻ സമുദായത്തിലുള്ള ആൾക്കാർ മുഴുവൻ സമ്പന്നരാണ്, എല്ലാവരും അധ്യാപകരുമാണ്. മിക്ക ആ പരിസരത്തുള്ള ആൾക്കാർ മുഴുവൻ കുറുവാന്തൊടി എഴുത്തച്ഛന്മാരുടെ ശിഷ്യ പാരമ്പര്യക്കാരാവും. ആരും അങ്ങനെ ഇങ്ങോട്ട് പൊട്ടയായിട്ടുമില്ല. അങ്ങനെ വരുമ്പോൾ ഈ മലയുടെ നേരെ ചുവട്ടിലാണ് ഈ മലയുടെ അവകാശിയായിട്ടുള്ള
നാരായണമംഗലത്ത് മന. മന. ഇത് ചെത്തല്ലൂരിന്ന് ഇങ്ങോട്ട് ഒരു ഭാഗം ഇങ്ങോട്ട് പോകുന്നതാണ്. ഞങ്ങൾ തിരുവേഗപ്പുറയിൽ നിന്ന് അല്ലെങ്കിൽ പള്ളിപ്പുറത്തുനിന്ന് രായനല്ലൂർക്ക് വന്നതുപോലെ ഇവിടെ വന്ന് അവിടെ നമ്പൂതിരിമാരെല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് ഞങ്ങളൊരു 6-7 വയസ്സ് 8 വയസ്സായിട്ടുള്ള കുറേ കുട്ടികൾ കണ്ടമാനം ഉള്ള ഒരു കാലം. ഈ നായർ കുടുംബങ്ങളിലൊക്കെ കൃഷി ഒഴിച്ച് വേറെ ഒന്നും, നെൽകൃഷി ഒഴിച്ച് വേറെ ഒന്നുമില്ല. പിന്നെ കുറച്ച് പറമ്പ് കൃഷിയും കാണും. ഈ കലാപഠന ചിന്ത അവിടെ നിന്നാണോ തുടങ്ങണേ? അതെ, അവിടെ നിന്ന് തുടങ്ങുക എന്ന് പറഞ്ഞാൽ കലയുടെ മഹത്വം എന്ന് അറിഞ്ഞുകൊണ്ടൊന്നുമല്ല. അങ്ങനെ വന്നപ്പോൾ ഈ മനക്കിലുള്ള ഒരു വട്ടത്തിരിപ്പാട് അവിടുത്തെ ഒരു കാര്യസ്ഥനായിരുന്നു എൻ്റെ ഒരു അമ്മാവൻ. അപ്പോൾ ഈ അമ്മാവനോട് പറയുകയാണ്, അവിടെ കുറേ കുട്ടികളില്ലേ, 2 കുട്ടികളെ അവർ ഇങ്ങോട്ട് പറഞ്ഞയക്കുക, എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാൻ, നമുക്ക് കഥകളിയെ പഠിപ്പിക്കാം, ചെണ്ട പഠിപ്പിക്കാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മാവൻ വൈകുന്നേരം ഇതൊക്കെ കഴിഞ്ഞ് അവിടെ വന്നപ്പോൾ അമ്മടിയും വലിയമ്മടിയും അടുത്ത്. അപ്പം ഞാൻ ഈ തിരുവേഗപ്പുറയുടെ കഥ പറഞ്ഞു വരുമ്പോൾ ഈ ആ നല്ല ടൈമിൽ ഒരു അച്ഛൻ്റെ വാത്സല്യം ഒരു കുട്ടികൾക്ക് എപ്പോഴാണോ കൂടുതൽ കിട്ടേണ്ടത് നമ്മുടെ മനസ്സിലേക്ക് പതിയേണ്ടത്, അച്ഛനൊരു കലാകാരനും ക്ഷേത്രത്തിലെ ഒരു ജീവനക്കാരനുമായിരുന്നു. ജീവനക്കാരൻ എന്ന് പറഞ്ഞാൽ കലവറുടെ ചുമതല മുഴുവൻ അച്ഛനാണ് നടത്തിയിരുന്നത്. ഇവരുടെയൊക്കെ സമകാലീനാണ്, ഈ രാമപുതോളുടെയൊക്കെ സമകാലീനാണ്. അച്ഛൻ മരിച്ചു. അച്ഛൻ മരിച്ചതോടുകൂടി ഒരു തരത്തിൽ പറഞ്ഞാൽ അച്ഛന്മാർക്കൊന്നും നായന്മാരോ കുടുംബങ്ങളിൽ അത്ര ഇതൊന്നുമില്ല, അമ്മാവന്മാരാണ് കാര്യങ്ങളൊക്കെ നടത്തുക. അങ്ങനെ ഈ അമ്മാവൻ അത് അമ്മയുടെ അനുജനാണ്. ഈ കുട്ടികളുടെ കാര്യം നോക്കുന്ന കൂടുതൽ കുട്ടിയെടുത്തി എന്നാണ് വിളിക്കുക ഈ ഈ അമ്മാവൻ. കുട്ടിയെടുത്തി ശിവനെയും നാരായണനെയും നമുക്ക് കുറച്ച് കഥകളിയൊക്കെ പഠിപ്പിച്ചെന്താ? എനിക്കറിയില്ല കുട്ടി, എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും അതിൻ്റെ വിഷമങ്ങളും ഒന്നും അറിയില്ല, കാശൊക്കെ കൊടുക്കണ്ടേ എന്ന് പറഞ്ഞപ്പോൾ അതിനൊക്കെ വട്ടതിരിപ്പാട് ഒരു വഴി കണ്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞത്. എന്നാൽ അങ്ങനെ ആവാം. അങ്ങനെ ഞാനും എൻ്റെ ചെറിയ ഏട്ടനും മനക്കിലേക്ക് അമ്മാവൻ്റെ നിർദ്ദേശപ്രകാരം പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു 10-40ഓളം ആളുണ്ട്. അതിൽ ഒരാളാണ് നിങ്ങളെല്ലാവരും, അല്ലെങ്കിൽ നമ്മുടെ കേരളീയർ മുഴുവനും ആസ്വാദകർ മുഴുവനും അറിയുന്ന കോട്ടക്കൽ ചന്ദ്രശേഖരൻ. ഞങ്ങളെ കുറച്ച് കുട്ടികളെ വേഷത്തിനും ചെണ്ട പഠിപ്പിക്കാൻ ആണ്ടിത്തുടി രാമൻ നായർ എന്ന് പറഞ്ഞൊരു ആശാനുണ്ടായിരുന്നു. ഈ പിന്നീട് വന്ന നമ്മുടെ ആചാര്യന്മാർക്കൊക്കെ നന്നായിട്ട് അറിയുന്ന ആളാണ്. ശങ്കുണ്ണി വാര്യർ എന്ന് പറഞ്ഞ വാഴയങ്കട ശങ്കുണ്ണി വാര്യർ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുകാരനും. അദ്ദേഹം ഇവരെക്കാട്ടിലൊക്കെ പ്രായം കൂടുതലുണ്ട്. അദ്ദേഹം പാട്ടുമുണ്ട്, പക്ഷെ പഠിപ്പിച്ചിരുന്നില്ല. ഞങ്ങളെ കഥകളി പഠിപ്പിക്കുന്നത് ചെത്തല്ലോ കുട്ടപ്പണിക്കർ എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്. അദ്ദേഹം നാട്യസംഘത്തിലും കലാമണ്ഡലത്തിലൊക്കെ ഉഴിച്ചലിന് ധാരാളം നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ അഭ്യാസത്തെക്കുറിച്ചൊക്കെ വളരെ കേമമായിട്ട് പറയുന്ന ഒരു വിഭാഗം ഇന്നുമുണ്ട്. നമ്മുടെ കലാമണ്ഡലം KG വാസുദേവൻ, ഇന്നത്തെ ഗോപിയാശംക്കൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ അദ്ദേഹം കഥകളി പഠിപ്പിക്കാനും ഞങ്ങൾക്ക് ഈ ആശാനെ കണ്ടപ്പോൾ ഈ ആശാനാണ് ഞങ്ങൾക്ക് അതുവരെ അങ്ങനെ ഒരു അടി കിട്ടിയിട്ടുള്ള അനുഭവം പിടിയൊന്നുമില്ല. അപ്പോൾ അടിയും കുത്തും ചവിട്ടൊക്കെ ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ടെന്നല്ലാതെ കഥകളിക്കൊക്കെ ഇത് ഉണ്ടാവുമെന്ന് കേട്ടിട്ടില്ല. ഏതായാലും കഥകളി പഠിക്കാൻ നിശ്ചയിച്ചു. അങ്ങനെ കഥകളി ഈ വായനശാലയുടെ നേതൃത്വത്തിലുള്ള അതിൻ്റെ കമ്മിറ്റിക്കാരനെ ഈ ഒരു കലാക്ഷേത്രം ഉണ്ടാക്കി ആ കലാലയത്തിൽ ഇവിടെ കഥകളി പഠനം തുടങ്ങി. അരങ്ങേറ്റം കഴിഞ്ഞ് 3 കൊല്ലം വേഷമായിട്ട് വാഴയങ്കട, ചെർപ്പശ്ശേരി, തിരുവേഗപ്പുറ തുടങ്ങിയുള്ള സ്ഥലങ്ങളിലൊക്കെ വേഷം കെട്ടിയിട്ടുണ്ട്. ഈ വേഷം അരങ്ങേറിയതിൻ്റെ ഒരു ഗുണം അങ്ങ് പിന്നീട് ഈ മദ്ദളം പഠിക്കുന്നതിൽ കാര്യമായിട്ടുണ്ടായിട്ടില്ലേ? അത് ഗുണത്തെക്കാട്ടിലും കൂടുതൽ എൻ്റെ ഒരു മോഹത്തിൻ്റെ ഒരു ഭാഗമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ശരിക്കും കോട്ടയ്ക്കിൽ എടുക്കേണ്ടതായിരുന്നു. ഞങ്ങളെ ചന്ദ്രശേഖരവാര്യരെയും എന്നെയും കോട്ടയ്ക്കിൽ എടുക്കുക എന്ന് കൃഷ്ണൻകുട്ടി നായർ, ഗോപി നായരും ഇവരൊക്കെ അഭിപ്രായപ്പെട്ടതാണ്. കുഞ്ചാശാനും ഇഷ്ടമായിരുന്നു. പക്ഷെ എൻ്റെ ഭാഗ്യക്കുറവ് എന്ന് വേണമെങ്കിൽ പറയാം. ഭാഗ്യക്കുറഞ്ഞിട്ടില്ല, ഈശ്വരാധനം കൊണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സദനത്തിൽ പഠിച്ചിരുന്ന മാങ്ങോട് കൃഷ്ണൻകുട്ടി ചെണ്ട, നമ്മുടെ ശംഭു എമ്പ്രാന്തിരി വേഷം,
ഇവർ രണ്ടാളും സദനം വിട്ടു. അവർ കോട്ടയ്ക്കിലേക്ക് പോയി. ഈ കലാമണ്ഡലത്തിലെ കൂട്ടത്തിൽ ഒരു കുട്ടി അധികം മിടുക്കനാണെങ്കിൽ പോലും ഒരു കുട്ടിയും കൂടി എടുക്കുക എന്ന് പറഞ്ഞാൽ കലാമണ്ഡലത്തിൽ അന്നും ഇന്നും ഒരു അവസരമുണ്ട്. പക്ഷെ കോട്ടയ്ക്കിൽ അതില്ല. 2 കുട്ടികളെ ഉള്ളൂ പറഞ്ഞാൽ ആ 2 കുട്ടികളെ ഇനി എടുക്കുള്ളൂ. പിന്നെ അവരുടെ മുഴുവൻ കാര്യങ്ങൾ അവിടെ നടക്കുകയാണ്. അപ്പോൾ ശംഭു ഭ്രാന്തിരി എടുത്തു, കൃഷ്ണൻകുട്ടിയെ ചെണ്ടയ്ക്കും എടുത്തു. വേഷത്തിന് പിന്നെ ഒരു കുട്ടിക്ക് ചാൻസ് ഉള്ളൂ. അത് സ്വാഭാവികമായിട്ടും ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് തന്നെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ തന്നെ ആശാനും തന്നെ ചന്ദ്രശേഖരനെ കുറച്ചും കൂടി പ്രിയമാണ്. അങ്ങനെ ചന്ദ്രശേഖരനും ശംഭു ഭ്രാന്തിനും കോട്ടയ്ക്കലുമായി. ബാക്കി 2 പേരിൽ ഒരാൾ ഫീസ് കൊടുത്തിട്ട് കോട്ടയ്ക്ക് പഠിക്കാമെന്നുണ്ടെങ്കിൽ ഒരു ഭട്ടതിരിപ്പാട്, മധുസൂദനൻ ഭട്ടതിരിപ്പാട്, അദ്ദേഹം അവിടെ ചേർന്നു. വേറൊരാൾ പകുതി ഫീസും പകുതി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സദനത്തിലും ചേർന്നു. പെൺകുട്ടികളൊക്കെ അത് നൃത്തം ചെയ്തു. 3 പെൺകുട്ടികളുണ്ടായിരുന്നു. അതിൽ ഒരാൾ ചന്ദ്രശേഖരൻ്റെ സഹോദരിനെയാണ്. ഇത് കഴിഞ്ഞ് ഞാൻ ഒറ്റപ്പെട്ടു. സാമ്പത്തികത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ മനക്കിലെ കാര്യസ്ഥൻ്റെ മരുമകനാണ്. അപ്പോൾ തന്നെ അറിയാലോ നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ. പക്ഷെ ഇതിനോട് അതികലശലായിട്ടുള്ളൊരു ഭ്രമം വന്നു. കഥകളിയിൽ ഇനി തിരശ്ശീല പിടിക്കലായാലും മതി എന്നൊരു തോന്നലേക്ക് അവിടേക്ക് അത്രയധികം വികാരത്തോടു കൂടിയിട്ടുള്ള കാഴ്ചപ്പാട് അതിലേക്ക് വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് EP ഗോപാലനെ പിന്നെ ഈ കലാലയത്തിൻ്റെ സെക്രട്ടറി കാണുന്നതും സംസാരിക്കുന്നതും EP മുഖാന്തരം എന്താ കിട്ടിയെച്ചാൽ അതിന് ചേരാൻ കലാമണ്ഡലത്തിൽ വന്നതാണ്. അവിടെ നോക്കുമ്പോൾ ഒരു ചെണ്ടയ്ക്കും ഒരു മദ്ദളത്തിനും 2 ഒഴിവുണ്ട്. ബാക്കിയുള്ള കുട്ടികളെയൊക്കെ എടുക്കൽ കഴിഞ്ഞു. ചെണ്ടയ്ക്കും മദ്ദളത്തിനും ഓരോ കുട്ടികളെ ഒഴിവുണ്ട്. അത് എടുക്കാം എന്നുള്ള തീരുമാനത്തിലെത്തി. അപ്പോൾ എൻ്റെ കലാമണ്ഡലത്തിൽ എടുത്ത കാര്യം കൂടി ഒന്ന് പറഞ്ഞിട്ട് ആയിക്കോട്ടാന്ന് തോന്നുന്നു എനിക്ക്. കലാമണ്ഡലത്തിൽ എന്നെ ഇൻ്റർവ്യൂ നടത്തിയതിൻ്റെ ചൊല്ലിയാട്ടത്തോട് കൂടിയിട്ടാണ്. ചൊല്ലിയാടിപ്പിക്കുക. വട്ടം വെച്ച് കലാശം അറിയുമോന്നാണ്. ഗുരുനാഥൻ അപ്പുകുട്ടപുത്രദാസൻ്റെ അന്നത്തെ രൂപം ഭാവമൊക്കെ കണ്ടാൽ ഒരാളെ അടുക്കില്ല, തലമുടി ചീകില്ല. അദ്ദേഹം എണ്ണ തേച്ച് കുളി എന്ന് പറയുന്നത് മാസത്തിൽ ഒരു ദിവസമേ ഉള്ളൂ. മുടി ഗംഭീരമായിട്ടുള്ള കാലമാണ്. ഇവർക്കൊക്കെ മുടിയുള്ളവരാണ്. എങ്കിലും ഹസൻ്റെ എന്താ പഠിക്കണ? കഥകളി പഠിച്ചിട്ടുണ്ട്. കഥകളി വേഷം കെട്ടിയിട്ടുണ്ടോ? വേഷമൊക്കെ കെട്ടിയിട്ടുണ്ട്. എന്നാൽ ഒന്ന് ചൊല്ലിയാടാൻ പറ്റുമോ? ഒരു വട്ടം വെച്ച കലാശം എടുക്കാം. അതൊക്കെ നല്ല ഉറപ്പാണ്. ഇപ്പോഴും ഞാൻ എടുക്കും. ഈ 80-ാം വയസ്സിലും ഒരു വട്ടം വെച്ച കലാശം എടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് യാതൊരു പ്രയാസമില്ല. പക്ഷെ ഞാൻ കാണിച്ച് നടക്കാറില്ല. ഉടനെ വട്ടം വെച്ച കലാശം ആശാൻ താളം പിടിച്ചു. തീ തീ തേയ് തീ തീ ഈ കാലത്തിലുള്ളൊരു വട്ടം വെച്ച കലാശം പകുതിയായപ്പോൾ ആശാൻ നിർത്തി. ഇനി എടുത്തു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ എനിക്ക് കഥകളിനെ മതി പറഞ്ഞിട്ട് അങ്ങോട്ട് മാറുമോ? മൂപ്പർക്ക് സംശയം തുടങ്ങി, പേടി തുടങ്ങി. കാരണം ആയിരുന്നൊരു കുട്ടി കിട്ടിയിട്ടുള്ള സമയമാണ്. ആ കുട്ടി പോവോ എന്നുള്ള തോന്നലാണോ എന്തോ അറിയില്ല. ഏതായാലും അദ്ദേഹത്തിന് വാക്കും കൊടുത്തു. അങ്ങനെ തുടങ്ങി. ഈ സ്ഥാപനവൽക്കരിക്കൽ കലാമണ്ഡലത്തിൽ വന്നിട്ട് പ്രത്യേകിച്ച് എല്ലായിടത്തും വന്ന കൂട്ടത്തിൽ ആദ്യത്തെ കലാമണ്ഡലമാണല്ലോ. അതെ. അവിടെ അപ്പോൾ ഈ സിലബസും കാര്യങ്ങളും ഒക്കെ വലിയ ആശാന്മാർ മാത്രമാണ് അക്കാലത്ത് കലാമണ്ഡലത്തിലുള്ളത്. എല്ലാവരും വലിയ ആശാന്മാർ, ഈ തലമുറ കണ്ട വലിയ ആൾക്കാർ. ഈ സിലബസും ഒക്കെ ആയി വരുന്ന കാലം, അന്നത്തെ ഒരു പഠന സമ്പ്രദായവും കലാമണ്ഡലത്തിൻ്റെ ഒരു വഴികളും എങ്ങനെയാണെന്ന് സൂചിപ്പിച്ച സന്തോഷമായിരുന്നു. ഈ സിലബസിനെ കുറിച്ചൊക്കെ പറയുമ്പോഴേ അത് നമുക്ക് പഴയ കാലത്തെ സിലബസുകളെ കുറിച്ച് അധികം പറയാൻ എനിക്ക് പിന്നെ വ്യക്തമായിട്ടുള്ള അറിവ് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അനുഭവത്തിലില്ല. അത് ശരി. പക്ഷെ ഒരു മാമൂലായിട്ട് നമുക്ക് പഠിപ്പിച്ചുകൊണ്ടിരുന്നൊരു സമ്പ്രദായമില്ലേ? കുട്ടികൾ ഇപ്പോൾ വേഷം പഠിക്കുന്ന കുട്ടികളെ തോടയം പുറപ്പാട് തുടങ്ങുക, മേളം പഠിക്കുന്ന കുട്ടികളെ തോടയം പുറപ്പാട്, കേളി, മേളപ്പദം, പുറപ്പാട്, മേളപ്പദം. ഇത് കഴിഞ്ഞ ഈ കഥ കുട്ടിത്തരം, ഇടത്തരം, ആദ്യാവസാനം എന്ന രീതിയിലുള്ള, അത് ഓരോ ആശാന്മാരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള എല്ലാ ഇനങ്ങളും ഒരുപോലെ ഏത് കഥയിലാണോ വരുന്നവർ. ഇപ്പോൾ ഒരുപക്ഷെ പുതിയ തലമുറക്ക് അറിയുമെന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ.
നരകാസുരപഥത്തിലൊരു കൃഷ്ണനുണ്ട്, ചഞ്ചലാക്ഷിമാരെ വരിക എന്ന് പറഞ്ഞ പദത്തോട് കൂടിയിട്ട്. അതൊന്നും ഞാൻ പഠിക്കുന്ന കാലത്ത് കണ്ട, സ്റ്റേജിൽ ഞാൻ കണ്ടിട്ടില്ല. വേറെ പഠിക്കുന്ന കാലത്ത് നമ്മളിതൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ കല്യാണ സൗന്ദര്യത്തിൽ പരിതാപിക്കരുതേ പാണ്ഡവന്മാരെ എന്നുള്ളൊരു പദം, അതൊക്കെ കൊണ്ട് ഉറച്ചു കഴിഞ്ഞാൽ ആ വേഷക്കാരൻ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവന് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരു പ്രയാസവും ഇല്ല എന്നാണ് എൻ്റെ അന്നത്തെ ചിന്ത. പക്ഷേ അതൊക്കെ ഇപ്പോൾ അരങ്ങേറ്റത്തിന് ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇല്ല, അരങ്ങേറ്റത്തിന് പോലും ഇല്ലാത്ത രീതിയിൽ ഇതന്നെയായിരുന്നു മേളവഴികളും. മേളവഴികളിൽ ഇപ്പോൾ കേളി പഠിക്കുന്ന ഒരു കുട്ടി, മദ്ദളം പഠിക്കാൻ തുടങ്ങിയ കുട്ടിയെ ഗണപതി കൈ, പാടക്കൈ, ഗണപതി കൈയിനെ ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോഴേക്ക് കുട്ടിക്ക് ഹൃദിസ്ഥാവുള്ളൂ. ഈ താ തീ തോ എന്ന് പറയണ ഇതിനെ കൊണ്ടുപോയിട്ട് കിടത്തക തീ തീ തക ധീം താന്ന് കൊട്ടാറാവണമെങ്കിൽ കുട്ടിക്ക് ആ താളവും ആ വായ്ത്താരികളും ഇതൊക്കെ ആയിട്ടൊരു. അതെ, നമ്മുടെ വാദ്യങ്ങളിൽ തന്നെ ഗണപതിക്ക് കൈ ഏറ്റവും നീളമുള്ളത് മദ്ദളത്തിനായിരിക്കും അല്ലേ? ഇതിന്റെ പകുതിന്ന് പിന്നെ ചെണ്ടയില് തുടങ്ങിയിട്ട് പിന്നെ അവസാനിക്കല് ഒരുമിച്ച് പകുതിന്നേ തുടങ്ങും. അതുവരെ ഒരു കൂട്ടാണ്ട്. അപ്പോൾ ഇതൊക്കെ അതുപോലും താളത്തിന് ആക്കിയത് ആരാന്ന് ചോദിച്ചാൽ, തുറന്നു പറഞ്ഞാൽ മേനി പറയുകയാണോ ആർക്കെങ്കിലും തോന്നുന്നു, എൻ്റെ വിഭാഗക്കാർക്ക് തന്നെ തോന്നിക്കാറിഞ്ഞൂടാ. താളത്തിൽ ചിട്ടപ്പെടുത്തി തയ്യാറാക്കിയിട്ടുള്ളത് ഒന്ന് അതിലൊരു പങ്കാളി ഞാനാണ്, ഒന്ന് AS നമ്പിശൻ മാഷുമാണ്. കാരണം മാഷ് കുട്ടൻ്റെ ഭാഷ നന്നായിട്ട് അറിയുന്ന ഒരാളായതുകൊണ്ട് അത് കിടത്തക്കി തീ അത് 8 അക്ഷരം പിടിച്ചിട്ട് അത് താളത്തിലാക്കി. ഇപ്പം എല്ലാവരും പറയും, ഇപ്പം കലാമണ്ഡലത്തിലെ കുട്ടികളൊക്കെ അത് ഒരു സിലബസിൻ്റെ ഒരു ഭാഗമായി മാറി. ഇത് കഴിഞ്ഞ് 5 പാടക്കൈകളുണ്ട്. ഈ 5 പാടക്കൈകളും അവിടെ ഒരു 3-ാം കാലെങ്കിലും കൊട്ടാറായി കഴിയുമ്പോഴാണ് ഈ ഗണപതി കൈ പൂർണ്ണമാവുള്ളൂ. അത് കഴിഞ്ഞാലോ ഗണപതി കൈ കഴിഞ്ഞതിന് ശേഷമേ പിന്നെ സാധകം ചെയ്യാൻ പാടുള്ളൂ. ചെണ്ടയ്ക്കാണെങ്കിൽ തക്കിട്ടിയും തരികയും നിർബന്ധമായിട്ടുള്ളൊരു വിഷയമാണ്. ഈ തരികെട്ടയുടെ കൂടെക്ക് പാകമായിട്ടുള്ള ഗണപതി കൈകൾ മദ്ദളത്തിലുണ്ട്. തത്തത്തി തോന്തോന്നാന തത്തത്തി തോന്തോന്നാന എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഇതിനോട് ചേർന്നിട്ട് ഒരുമിച്ച് ചെയ്ത് ശീലിക്കുന്നതാണ്. അന്ന് ചെണ്ടയും മദ്ദളും ഒരുമിച്ചാണ് ഞങ്ങളുടെയൊക്കെ ക്ലാസ്സും. അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും കുറവ് വന്നാൽ ചെണ്ടാശാൻ വന്ന് ശിക്ഷിച്ചാലും അത് തെറ്റല്ല. ഇന്നിപ്പോൾ മുഴുവനത് നടക്കില്ല. എത്ര കൊല്ലം കൊണ്ട് അന്നൊക്കെ അരങ്ങേറ്റം നടത്താറ്? എത്ര കൊല്ലം പഠിച്ചാൽ അരങ്ങേറ്റം പതിവ്? അരങ്ങേറ്റമൊക്കെ 3-ാം കൊല്ലമാവും. 3-ാം കൊല്ലത്തിന് കാരണങ്ങൾ 2-3 ഒന്ന്, ഈ തത്തിത്തോന തുടങ്ങിയിട്ട് ഈ കുട്ടി പുറപ്പാട് മേളപ്പദം എന്ന് പറയുന്ന മേളപ്പദം കൂടി കൊട്ടാറായി കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് പിന്നെ ഈ അരങ്ങേറ്റത്തെക്കുറിച്ച് ആശാൻ്റെ, പക്ഷെ കുറച്ച് നേരത്തെ കഴിഞ്ഞ അരങ്ങേറ്റക്കാരനാണ് ഞാനും. അതിപ്പോൾ മുഴുവൻ പറയാൻ പാടില്ല. ആശാൻ്റെ സംതൃപ്തി, അത് ആശാൻ്റെ തൃപ്തി, എനിക്കും താല്പര്യം ഒക്കെ എന്തായാലും അത് നടന്നു. അതിൻ്റെ ഒരു പ്രധാന കാരണം ഇതിപ്പോൾ ഈ 4 കഴിഞ്ഞ് 3-ാം കൊല്ലം നടക്കുള്ളൂ എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം, ഇപ്പോൾ ഈ ചെണ്ടയും മദ്ദളുമായിട്ടുള്ളൊരു സമന്വയ പരിപാടികളുണ്ടല്ലോ, ഇത് താളവാദ്യ കലയിൽ വേറെ ഒന്നിലും ഇല്ല. അത് ഇപ്പോൾ പഞ്ചവാദ്യം കൊട്ടി നടക്കുന്ന ആൾക്കാർ മിക്കതും കഥകളിക്കൊട്ട് പിടിച്ച് ഈ രംഗത്തേക്ക് വന്നവരായി കഴിഞ്ഞു. അതുകൊണ്ട് അവർക്കത് അത്ര കൂസലില്ല. മറ്റത് ഈ തിമലയുടെ പാകത്തിനനുസരിച്ചൊരു മേളം കൊട്ടുക്കുക എന്നുള്ളത് ഒരു രീതിയായിരുന്നു. ഇന്നിപ്പോൾ അതല്ല. അങ്ങനെ ഒരു വരുമ്പോൾ വിഷയം കുറച്ചും കൂടി വരും. ഇപ്പോൾ ഈ ചെണ്ടയുടെ തന്നെ ഒരു വിഷയം ഇതും കൂടി. അപ്പോൾ ചെണ്ടയാണ് നമ്മുടെ കൂടെ വലം കൈയായിട്ട് നിൽക്കേണ്ടത് അല്ലെങ്കിൽ ഇടം കൈയായിട്ട് നിൽക്കേണ്ടതെന്നൊരു തോന്നൽ ഈ അരങ്ങേറ്റത്തോട് കൂടിയിട്ട് നമുക്ക് ഉള്ളിലേക്ക് വരും. അതാണ് അതിന് സത്യം. പിന്നെ അരങ്ങേറ്റവും അതിനെ ബന്ധിക്കുന്നതും പിന്നെയുള്ള തുടർന്നുള്ള കലാജീവിതത്തിൻ്റെ പ്രത്യേകിച്ച് മദ്ദളമായിട്ട് ഉള്ള അവസരങ്ങളും ആശാൻ ഏറ്റവും വലിയ കലാകാരന്മാരുടെ കാലത്ത് അങ്ങേക്ക് പഠിക്കാനും പ്രയോഗിക്കാനും ഒപ്പം നിൽക്കാനും പറ്റി എന്നുള്ളൊരു വലിയൊരു കാര്യം തന്നെയാണ്. എല്ലാവരും ഇപ്പം നമ്മൾ കേൾവിയുള്ള ഈ തലമുറയുടെ തലതൊട്ടപ്പന്മാരൊക്കെ ഒരുമിച്ച് അരങ്ങത്ത് വരുന്ന കാലത്താണ് അങ്ങ് പഠിക്കുന്നതും അരങ്ങേറുന്നതൊക്കെ. അവരായിട്ടുള്ള അനുഭവവും കളികളും പിന്നെയുള്ള ആ കലാജീവിതം ഒന്ന്. ഞാൻ 1958 സെപ്റ്റംബർ 18-ാം തീയതിയാണ് കലാമണ്ഡലത്തിൽ ചേരുന്നത്.
വേറൊരു സെപ്റ്റംബർ 18-നാണ് എൻ്റെ അരങ്ങേറ്റം. ചരമദിനം ദിവസമാണത് ഈ പറയുക. പക്ഷേ ഈ ചരമദിനം ഒരു നിമിത്ത ദിവസമാണ്. കാരണം ഈ ചരമദിനം ദിവസം ശങ്കരൻ എമ്പ്രാന്തിരി, ഹൈദരാലി ഇവരൊക്കെ ഈ ചരമദിനം ദിവസമാണ് ഞങ്ങളുടെയൊക്കെ അരങ്ങേറ്റം നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം, അപ്പോൾ ഈ നിമിത്തം ഉടനീളം നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും സാധിച്ചിട്ടുണ്ട്. 63-ൽ ഞാൻ കോഴ്സ് കഴിഞ്ഞു പുറത്തു വന്നു. വീണ്ടും കലാമണ്ഡലത്തിൽ ഒരു കൊല്ലം ഞാൻ നിർത്തി. അതിൻ്റെ കാരണം കുഞ്ചുനായരേശൻ കോട്ടയ്ക്ക് നിന്ന് കലാമണ്ഡലത്തിൽ വന്നപ്പോൾ 2 കളരി ഒരേ സമയത്ത് നടക്കണമെങ്കിൽ പിന്നെ വാദ്യത്തിനൊന്നും കുട്ടികളില്ല. അപ്പോൾ ഞങ്ങൾക്കാണെന്ന് വെച്ചാൽ ശമ്പളമൊന്നും തരുകയും വേണ്ട, എന്തെങ്കിലും അഡീഷണൽ എന്തെങ്കിലും ചിലവ് തരിക. അങ്ങനെ ഒരു കൊല്ലം കൂടെ അവിടെ തരായി. അങ്ങനെ എൻ്റെ സീനിയറായിരിക്കുന്ന അങ്ങാടിപ്പുറത്ത് നാരായണൻ നമ്പീശനാശാൻ, അദ്ദേഹം കുഞ്ചുനായരാശൻ്റെ കളരിയിൽ അച്ചുണ്ണി പുതുവളശനും അവിടെ കഴിയും. മറ്റ് ഈ ആൾക്കാർ രാമൻകുട്ടി നായരാശൻ്റെ കളരിയിലും കഴിയും. ഇവർ 2 ആളും ലീവ് ആവണ സമയത്ത് രാമൻകുട്ടി നായരാശൻ്റെ കളരിയിൽ ഗോപിയാശാനും പത്മനാഭ നായരാശൻ, കുഞ്ചാശാൻ ലീവാണെങ്കിൽ പത്മനാഭ നായരാശനും ആ കളരി പങ്കിടും. അങ്ങനെ ഒരു കൊല്ലം ഈ ചൊല്ലിയാട്ടത്തിന് കൊട്ടാനായിട്ടൊരു വിശേഷാൽ ഒരു അവസരം കിട്ടി. അതൊരു നിമിത്തം. ഈ കാലത്ത് കൃഷ്ണൻകുട്ടി പുതുവളശന് എന്തോ, ഞാൻ ഇതിൽ വരേണ്ട വിഷയമല്ല എങ്കിലും പറയുകയാണ്, കൃഷ്ണൻകുട്ടി പുതുവളശൻ എൻ്റെ അരങ്ങേറ്റം മുതൽക്ക് എന്നെ ഒരു പ്രത്യേക നോട്ടക്കാരനായിരുന്നു ഞാൻ. എന്താണ് അപ്പോൾ എൻ്റെ പോരായ്മകളെക്കുറിച്ച് അദ്ദേഹം ചൂണ്ടാനാണെന്നാണ് എൻ്റെ ധാരണകൾ മുഴുവൻ ഉണ്ടായിരുന്നത്. പക്ഷെ അദ്ദേഹം ഇന്നൊരു വാത്സല്യത്തോട് കൂടിയിട്ടാണ് പെരുമാറിയത്. ഗുരുനാഥൻ അപ്പുകുട്ടി പുതുവളശൻ ആണെങ്കിൽ പോലും എനിക്ക് അപ്പുകുട്ടി പുതുവളശൻ എൻ്റെ വലത്തേ കൈയാണെങ്കിൽ ഒട്ടും കുറവല്ലാതെ കൃഷ്ണൻ. എന്നാൽ ഇവരുടെ രണ്ടിൻ്റെ ഇടയിൽ നിന്ന് സഹായിച്ചിരുന്ന ആളാണ് അച്ചുണ്ണി പുതുവളശൻ. അപ്പോൾ ഇവരുടെ ഈ സഹായം എനിക്ക് വല്ലാതെ അനുഭവപ്പെട്ടു. കോഴ്സ് കഴിഞ്ഞതും എന്നെ അപ്പോഴേക്കും അദ്ദേഹത്തിന് എന്തൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ വന്ന് കലാമണ്ഡലത്തിൽ നിന്ന് ഒഴിവായി. അദ്ദേഹം ആശാന്മാരിലും ചില ആൾക്കാരായിട്ട് മൂപ്പർക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത്രേ, നമുക്കതൊന്നും വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ. അദ്ദേഹം എന്നെ അപ്പോഴേക്കും ഞാനൊരു മനക്കിലൂടെ ഈ കോങ്ങൂർപ്പള്ളി എന്ന് പറഞ്ഞ ഗുരുവായൂരടുത്ത് ഒരു മനയുണ്ട്, അവിടെ ഉള്ളവരൊക്കെ കലാകാരന്മാരാണ്. അവിടെ ഒരു ഹൈസ്കൂൾ മാഷുണ്ടായിരുന്നു, വാസുദേവൻ നമ്പൂതിരി. അദ്ദേഹത്തിൻ്റെ അനുജൻ കലാമണ്ഡലത്തിൽ പാട്ട് പഠിച്ചിരുന്നു, KPS നമ്പൂതിരി. ഈ വാസുദേവൻ നമ്പൂതിരിക്ക് കഥകളിയിൽ എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കണം എന്നുള്ള നിലയ്ക്ക് മദ്ദളം പഠിക്കണം. അപ്പം ഞങ്ങളെ ഈ ഗുരുവായൂർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണും കൂടെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഞങ്ങളുടെയൊക്കെ ഒരു ആരാധകനായി കൊണ്ടാണ് തുടങ്ങിയത്. പക്ഷെ പിന്നീട് അദ്ദേഹം ശിക്ഷപ്പെടുക ചെയ്തു. പിന്നെ മനക്കിൽ ഇരുന്നിട്ടുള്ള അദ്ദേഹത്തിനെ കേളിയൊക്കെ കൂട്ടിക്കാറായി. ഇതിനിടയ്ക്കാണ് കൃഷ്ണൻകുട്ടി പുതുവളശൻ ഒരു കത്തും കൊടുത്തിട്ട് അവിടേക്ക് ഒരു കലാമണ്ഡലത്തിൽ ഒരു പെട്ടിക്കാരുണ്ടായിരുന്നു ഒരു പണിക്കർ. ആ പണിക്കരുടെ കയ്യിൽ കത്തും കൊടുത്ത് അവിടേക്ക് വിട്ട് ആശാൻ്റെ മാവേലിക്കരയ്ക്ക് കൊണ്ടുപോകും. പിന്നെ 2-3 കൊല്ലം മാവേലിക്കരയിലാണ് ഉണ്ടായത്. അപ്പം ഞങ്ങളുടെ വരവും പോക്കും ഇതൊക്കെ വാരണാസി ഇല്ലത്തെ അനിയനെ മദ്ദളം പഠിപ്പിച്ചും കൊണ്ട് ഞാനും ഏട്ടനെ ചെണ്ട പഠിപ്പിച്ചും കൊണ്ട് ആശാനും. അങ്ങനെയാണ് അവിടുന്ന് തുടങ്ങണേ. അതാണ് എല്ലാത്തിനും എന്തോ ഒരു ചെറിയൊരു നിമിത്തം ഉണ്ടായിരുന്നു. ഈ അരങ്ങുകളുടെ ഗുണദോഷ ചിന്തകളെ പങ്കുവെക്കുന്നൊരു രീതി അന്ന് പബ്ലിക്കായിട്ട് കുറവായിരുന്നു എന്നാണ് വിചാരിക്കുക. ആരെങ്കിലുമൊക്കെ പ്രൈവറ്റായിട്ട് നടത്തണമെങ്കിൽ പബ്ലിക്കായിട്ട് കുറവായിരുന്നു. ആശാന്മാരുമായിട്ട്, ഇത്രയും വലിയ ആശാന്മാരുമായിട്ട് ബന്ധപ്പെട്ട അരങ്ങ് പങ്കിടാൻ വലിയ വേഷക്കാർ, വലിയ വാദ്യക്കാർ, അങ്ങയുടെ ഗുരുനാഥന്മാർ തന്നെ അത്തരം ഒരു ഗുണദോഷ ചിന്തകളൊക്കെ ഇവർ പങ്കുവെക്കുന്നത് എപ്പോഴായിരുന്നു? അന്നത്തെ രീതികൾ, ഒരരങ്ങിൻ്റെ ഗുണദോഷമൊക്കെ അത് അതിൻ്റെ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാവാം. അല്ല, അതിൻ്റെ രീതി എങ്ങനെയായിരുന്നു അന്നത്തെ രീതിയെക്കുറിച്ച് പറഞ്ഞാലേ, ഇത് ആശാൻ്റെ കലയാണ് ആദ്യത്തെ പറയാനുള്ള പരിപാടി. എൻ്റെ ആശാൻ മറ്റേ ആശാൻ കാണിക്കുന്നതിനോട് പൂർണ്ണ യോജിപ്പുകാരനായിരുന്നില്ല. അല്പസ്വല്പം മാറ്റങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദുഃഖസത്യം പറയാൻ പാടില്ല, അറിഞ്ഞുകൂടാ എനിക്ക്. ഇത് കുട്ടികളെ വല്ലാതെ കുഴക്കിയിരുന്നു ഒരു കാലത്ത്, പഠനകാലത്ത് അനുഭവത്തിൽ കൂടെ പറയാം. ഇത് വിദ്യാർത്ഥി സമാജം അവിടെ നടത്തിയിരുന്നു. അതിലൊരു സാഹിത്യ സമാജം ഉണ്ടായിരുന്നു. ഒരിക്കൽ കുഞ്ചുനായരാശൻ അധ്യക്ഷനും പത്മനാഭ നായരാശൻ
ഒരു പ്രാസംഗികനും കിള്ളിമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അതിൻ്റെ തലേ ദിവസം ഒരു കല്യാണ സൗഗന്ധികം ചൊല്ലിയാട്ടം ഒരു എനിക്ക് തോന്നുന്നത് അതിൻ്റെ ചൊല്ലിയാട്ടത്തിലിടയ്ക്ക് വന്നിട്ടുള്ളൊരു താളവട്ടത്തിൻ്റെ കണക്കിനെ പറ്റിയിട്ട് ഈ ശിഷ്യന് കിട്ടാവുന്നതിൻ്റെ പരമാവധി ശിക്ഷ കിട്ടി. പക്ഷെ അദ്ദേഹം അതിന് മറ്റൊന്നും കണ്ടില്ല. അത് ആദ്യത്തെ ഒരു പ്രതികരണമായിരുന്നു ഒരു വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന്. ഈ ആശാന്മാർ 3ഉം 4ഉം ഒക്കെ ഉണ്ടാവുമ്പോൾ അവർ തമ്മിലുള്ള ഒരു ഏകീകരണം ഉണ്ടായിട്ട് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി ഇന്ന രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്രയധികം പ്രയാസങ്ങളില്ല. അതുകൊണ്ട് ഇതെൻ്റെ ഒരു വിനീതമായിട്ടുള്ള അപേക്ഷയെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ പ്രസംഗത്തിനോടൊക്കെ കുറച്ച് താല്പര്യം തുടങ്ങിയത് അവിടെ നിന്നും. അപ്പോൾ അതൊരു ഈ കശപിശ ഇപ്പം അത് അങ്ങനെ കാണാനില്ല. പണ്ട് ഇത് ഉണ്ടായിരുന്നു. പിന്നെ ഒരാൾ മറ്റാളുടെ വേഷം ഒരു 10 ആൾ ഉണ്ടായാൽ മതി. അവർ ഇന്നാളുടെ അതിഗംഭീര എന്ന് പറഞ്ഞാൽ അത് കേമാണ്, ഇന്നാളുടെ ഇന്നത് മോശമെന്ന് പറഞ്ഞാൽ അത് മോശമായി. എത്ര കേമ പ്രതിഭയെക്കാട്ടിലൊക്കെ വലുതാണ് പരിശ്രമം എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ അന്നും. ഇത് ഇവർ മേലുകീട് എപ്പോഴും ആശാന്റെ മുമ്പിൽ അല്ലെങ്കിൽ സീനിയറിൻ്റെ മുമ്പിൽ ഇരിക്കാത്ത നിൽക്കുന്ന ഒരു കാലമുണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ പുറത്തതൊരു പബ്ലിക്കായിട്ട് ചർച്ച ചെയ്തിരുന്നില്ല. പക്ഷെ കുറവുകൾ ഇപ്പം തന്നെ നോക്കൂ. മഹാനായിരുന്ന നമ്മൾ കഥകളിയോട് ബന്ധപ്പെട്ട് പെരുമാറുന്ന ആൾക്കാർ മുഴുവൻ രാവണി മേനോനെ പറ്റി പറയും. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള കാഴ്ചപ്പാടാണ്. എല്ലാവർക്കും ചെണ്ടാമത്തം പാട്ട വേഷം തുടങ്ങിയിട്ടുള്ള ആൾക്കാർക്ക്. എൻ്റെ ഗുരുനാഥൻ അപ്പുകുട്ടി പുതുവളാശൻ തോടയം കൊട്ടുന്ന കാലത്ത് അവരൊക്കെ ഈ കൃഷ്ണൻകുട്ടി പുതുവളും അപ്പുകുട്ടി പുതുവളൊക്കെ കലാമണ്ഡലത്തിൽ വരുന്നത് വൃത്തിയായിട്ട് കേളിയും അപ്പുകുട്ടി പുളസൻ കുറവ് പഞ്ചവാദ്യമൊക്കെ കൊട്ടിയും കൊണ്ട് നടക്കാറായിരിക്കണം. 10-16 വയസ്സ് കഴിഞ്ഞിരിക്കണം. കൃഷ്ണൻകുട്ടി പുളസൻ തായമ്പക ചെയ്തുകൊണ്ടിരുന്നിരുന്ന ആളാണ്. ക്ഷേത്ര സംബന്ധമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ അറിയുന്ന ആളാണ്. അപ്പോൾ അവർക്കൊക്കെ വേഗം ഇതിനൊരു അവസരം കിട്ടി. ഇത് പറയാൻ കാരണം ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ വരുന്നിടത്ത് നമ്മൾ ഈ രാവണി മേനോൻ ഈ തോടയം പഴിച്ചപ്പോൾ എന്നും പഴിക്കും. തോടയത്തിലൊരു കലാശുണ്ട് മുറിയടന്തയിൽ. മുറിയടന്തയിലാണ് പാടുക. കലാശമാകുമ്പോൾ വട്ടം തട്ടുമ്പോൾ അത് അടന്ത താളം പിടിക്കും. തത്ത ദീം തത്ത ദീം 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 അങ്ങനെ പിടിക്കുക. ഇതിന് അവസാനം ദിമർത്തീം കിടതകിണ ഗദ്ദിക്കിണ കിടതകണ ദീം എന്ന് ആണ് അവസാനിപ്പിക്കുക. ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ അങ്ങനെയാണ്. ഇത് എന്നും പഴിക്കത്രേ ഗുരുനാഥന്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ രാവണി മേനോൻ ഇങ്ങനെ ചെയ്യാൻ ശരിയല്ലോ. മൂപ്പർക്ക് അത് കൃത്യമായിട്ട് വായ്ത്താരി ചൊല്ലി പറഞ്ഞു കൊടുക്കാൻ അറിഞ്ഞും കൂടാ. അദ്ദേഹം പുന്നത്തൂർ കോവിലകത്ത് ഇത് കളിക്ക് പോയപ്പോൾ പുന്നത്തൂർ മാധവൻ നായർ എന്ന് പറഞ്ഞ അതിഗംഭീരനായ ഒരു മന്ത്രാചാര്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ പിടിച്ചിരുത്തി ഈ ഇത് കൊട്ടിച്ച് അത് ഈ ചൊട്ടിയുടെ കടലാസ് മുകളിൽ ചൊല്ല് എഴുതി കൊണ്ടുവന്ന് പിറ്റേ ദിവസം അപ്പുകുട്ടി പുളസനെ കൊട്ടിച്ചു എന്നും മൂപ്പര് അത് വൃത്തിയായിട്ട് ചെയ്യാൻ തുടങ്ങിയെന്ന്. ഇതായിരുന്നു രാവണി മേനോൻ ആശാൻ. ഇതായിരുന്നു ആശാനും ശിഷ്യന്മാരും രാവണി മേനോൻ ആശാനെ എല്ലാവരും പൊക്കി കാണിക്കുന്നതിൻ്റെ. അപ്പോൾ ഇവരുടെയൊക്കെ വളർച്ചയിൽ രാവണി മേനോൻ ആശാൻ ഒരു വേഷക്കാരൻ കുട്ടിയോട് എങ്ങനെയുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് ആശാനുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം ആശാനെ ഇങ്ങനെ ചെയ്യണത്. ഇനി അങ്ങനെ അരങ്ങേറ്റം കഴിഞ്ഞിട്ട് കലാവണത്തിൽ നിന്ന് അരങ്ങേറ്റം കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞ് പുറത്തു വന്നൊരു കാലം ഉണ്ടല്ലോ. പിന്നെ 2-3 മാറി കലാനിലയത്തിലേക്കൊരു യാത്ര, പുറത്തേക്കൊരു യാത്രയൊക്കെ പതിവ് ഉണ്ടായില്ല. അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ സന്തോഷമായിരുന്നു. അതിൽ പറഞ്ഞു ഞാൻ വാരണാസിയിൽ അവിടെ പോയതും ഇതും പറഞ്ഞല്ലോ. മാവേലിക്കര അങ്ങനെ മാവേലിക്കരയിൽ നടക്കുന്ന കാലത്താണ് ആ ഭാഗത്തേക്ക് കളികളൊക്കെ ആയിട്ട് കുറേ ബന്ധപ്പെടാൻ തുടങ്ങി. അതും പുതുവളാശൻ്റെ കൂടെ ആവുക. അത് ആൾക്കാർക്ക് അതിൽ ഒരു താല്പര്യമാണ്. ഒരു കുട്ടിയാണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് വിഡ്ഢിത്തരം ചെയ്താലും അത് കേമാണെന്ന് പറയാൻ ഒരു ഗാങ് ഉണ്ടാവാം. പക്ഷേ ഇവിടുത്തെ രീതി വെച്ച് നോക്കുമ്പോൾ
എന്തോ എനിക്ക് ആശാന്മാരുടെ വിഷയമായതുകൊണ്ട് അങ്ങോട്ട് പറയുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാവില്ല. പുതുമുളാശൻ എല്ലാ കാര്യത്തിലും അത് ആരെന്ത് നിഷേധിച്ചാലും എവിടെയും ഓപ്പണായിട്ട് പറയാൻ ഞാനും എൻ്റെ സീനിയറായിട്ടുള്ള നാരായണൻ നമ്പീശനും കൂടി അതിഗംഭീരമായിട്ടൊരു വഴക്ക് വരെ നടന്നിട്ടുള്ളൊരു കഥയുണ്ട്. കാരണം ഞാൻ ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ നടക്കുന്നതിലൊക്കെ ഇവർക്ക് പലവർക്കും ഭയങ്കര അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഇദ്ദേഹത്തിനാണെന്ന് വെച്ചാൽ എന്നെ പ്രത്യേക ഒരു വാത്സല്യമാണ്. അത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും അതെ, കുട്ടികൾക്കും അതെ, അവരൊക്കെ ഇന്നും എന്നോട് അങ്ങനെ പെരുമാറാറ്. ഇത് ഞാൻ പറയുമ്പോൾ എന്നാൽ മറ്റുള്ളവർക്ക് ഇല്ലേന്ന് ചോദിച്ചാൽ ഉണ്ട്, അതിനൊരു പരിധി. ഇത് അവൻ വേഷക്കാരനാണ്, ഇവൻ പാട്ടുകാരനാണ്, ഇവൻ ചെണ്ടക്കാരനാണ്, ഇവൻ മദ്രക്കാരനാണ്, എന്തിന് ഇവൻ ചുട്ടിക്കാരനാണെന്ന് കലാമണ്ഡലത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ചുട്ടിക്കാരിൽ പ്രധാനിയായിരിക്കുന്ന രാമമോഹനൻ വരെ പറയില്ല. പറയുന്നത് ഞാൻ ഈ പറഞ്ഞ വാക്കായിരിക്കും. കാരണം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. ഇത് കാരണം അദ്ദേഹത്തിനോട് നമുക്കൊരു പ്രത്യേക രീതി തോന്നി. ഞാൻ ഇവിടുന്ന് ഈ അവിടെ ഇരിക്കുന്ന കാലത്താണ് ഇരിങ്ങാലക്കുടയിലേക്ക് ചാലക്കുടി നമ്പീശൻ്റെ FACT-യിലേക്കുള്ള പോക്ക്. അപ്പോൾ എന്നെ വെക്കണം എന്നായിരുന്നു MK നായർ സാറിന്. എൻ്റെ പുസ്തകത്തിൽ അത് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, മറയ്ക്കാനൊന്നുമല്ല, അവരൊക്കെ വായിച്ചിട്ടുള്ളതാണ്. മറച്ചിട്ടുള്ളത് ഒന്നും ഞാൻ പറയാറുമില്ല, മറച്ചിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ട് നേടാനുള്ളത് ഒന്നുമില്ല താനും. ഈ അപ്പം അദ്ദേഹം MK നായർ സാറിനാണെന്ന് വെച്ചാൽ അന്ന് കഥകളിയിൽ 3-4 ആളോടാണ് ഏറ്റവും കമ്പം. ഒന്ന് കൃഷ്ണനായരശൻ, ഒന്ന് പുതുവളാശന്മാരുടെ മേളം, ഒന്ന് കരുണാകരൻ നായരോട് ഒരു പ്രത്യേക താല്പര്യം, പിന്നെ എല്ലാത്തിലും ഉപരി ആചാര്യൻ എന്നുള്ള നിലയ്ക്ക് രാമപിള്ള ആശാനോടും ബാക്കിയുള്ളവരോടൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ അങ്ങനെ ഒരു ഭ്രമക്കാരനായിരുന്നു അദ്ദേഹം. ഈ സമയത്താണ് എന്നെ മദ്ദളത്തിൻ്റെ ആളെ വയ്ക്കാം, നാരായണനെ വയ്ക്കാം, ഒരു തീരുമാനത്തിലേക്ക് എറണാകുളം TDM ഹാളിലെ കളി അദ്ദേഹം ചെയർമാനൊക്കെ ആയിരിക്കുന്ന കാലമാണ്, കലാമണ്ഡലത്തിലല്ല അവിടുത്തെ പ്രസിഡൻ്റായിരിക്കുന്ന കാലമാണ്. അതിലിടയ്ക്കാണ് ആരൊക്കെ ചില കലാകാരന്മാർ തമ്മിലുള്ള ചില കശപിശ അത് എൻ്റെ തലയിൽ വന്ന് വീണു. നിമിത്തക്കേട് അവിടുന്ന് തുടങ്ങി എനിക്ക്. പിന്നെ ഈ ഇത് പറയാൻ പാടുമോ എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അങ്ങനെയാണ് FACT-യിലത്തെ എൻ്റെ നമ്പീശന് വന്ന് വിളിച്ചു കൊണ്ടുപോവുക. അതിന് പിന്നീട് നമ്പീശനൊക്കെ എന്നോട് നേരിട്ട് പറഞ്ഞത് ഉണ്ണിയുടെ അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ എഞ്ചിനീയറാണ്, അദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായിട്ടൊരു കാര്യത്തിന് പോയി എന്നൊക്കെയാണ് പറയുന്നത്. സത്യത്തിൽ ഡോക്ടർ KM പിഷാരടി അഭിനന്ദനം രേഖപ്പെടുത്തിയ ആളാണ്. അന്നൊരു കളിയുണ്ട് ചോര പിഷാരത്ത്. അന്ന് കുഞ്ചുനേരേശൻ്റെ ബ്രാഹ്മണനും വാസു പിഷാരരുടെ അർജുനൊക്കെ ഉള്ളൊരു കേശവേട്ടനും ഞാനും മേളമൊക്കെ ആയിട്ട് അന്ന് അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, അതേതേ നാരായൺ നന്നായി, FACT-യിൽ ഇവരൊക്കെ ഉണ്ടല്ലോ അവിടെ തന്നെ വരായി, നന്നായി, വളരെ സന്തോഷം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കേൾക്കണ വിവരം അപ്പോൾ എന്തോട്ടെ അത് പോട്ടെ. അപ്പം അദ്ദേഹം വേറൊരു കാര്യം ചെയ്തു, അത് എനിക്ക് മറക്കാൻ പറ്റില്ല, ഈ കൂട്ടത്തിൽ കൂടെ അത് പറയണല്ലോ. എന്നാൽ ഇതിന് പറ്റി KK തമ്പാനോടും പുതൂർ അച്യുതമേനോടും പറഞ്ഞ ഒരു കാര്യം, ഇതിന് പറ്റിയ ഒരാളെ ഞാൻ തരാം, കഴിഞ്ഞില്ലേ? നമ്പീശൻ പറഞ്ഞ പിന്നെ അവിടെ മറുത്തൊരു വാക്കില്ല അവർക്ക്. അങ്ങനെ എന്നെ കൃഷ്ണകുട്ടി ബോസനെ വിവരം അറിയിപ്പിച്ച് കൃഷ്ണകുട്ടി ബോസൻ എന്നെ ഇവിടേക്ക് അയച്ചു. അങ്ങനെയാണ് ഇരിങ്ങാലക്കുട കലാനിലയത്തിൽ. എത്ര കൊല്ലം കലാനിലയത്തിൽ? 3 കൊല്ലം ഉണ്ടായി. അതിനുശേഷമാണ് മറ്റേ ദർപ്പണയിലേക്ക് പോണത്. ദർപ്പണയിൽ പോയിട്ടൊരു പുറത്ത് പോയിട്ട് നിൽക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ പോയതല്ല. ഒരു ദിവസം നമ്മുടെ ചന്ദ്രമന ഗോവിന്ദൻ നമ്പൂതിരിയുടെ ഒരു കത്ത് വന്നു. ആ കത്തിൽ ഒരു 2-3 ആൾ വേണം, അതിൽ മദ്ദളത്തിന് ഒരാൾ വേണം, അത് ഞാൻ നിശ്ചയിക്കൽ കഴിഞ്ഞിരുന്നു, അത് പറയലും കഴിഞ്ഞിരിക്കണം. പിന്നെ ചെണ്ടയ്ക്ക് ഒരാൾ വേണം, ചുട്ടിക്ക് ഒരാൾ വേണം. ഈ നിങ്ങൾ 3 പേരും കൂടെ ഡൽഹിയിൽ ഇത്രാം തീയതി എത്തണം, അവിടെ ഒരു 4 പരിപാടിയുണ്ട്, ആ പരിപാടിക്ക് വേണ്ടി വിളിച്ചതാ. എന്തായാലും ഞാൻ ഇവിടെ നിന്നൊരു 15 ദിവസത്തെ ലീവ് എടുത്ത് പോയി ആ യാത്ര പറഞ്ഞ് പൈസയൊക്കെ തന്നു. യാത്രയൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് പോരാൻ മണ്ണാളിയമ്മയും അവർ മലയാളം നന്നായിട്ട് പറയും. അപ്പോൾ അവർ കണ്ടു, സംസാരിച്ചു, യാത്ര അറിയണം.
മറ്റതൊക്കെ ചെയ്യണതൊക്കെ നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ഒരു സെക്രട്ടറിമാരാണ്. അപ്പോൾ ഇവിടം വരെ വന്നില്ലേ കുട്ടി, ദർപ്പണയൊക്കെ കണ്ടിട്ട് മെല്ലെ പോയാൽ മതി. ഒരു അഹമ്മദാബാദിലേക്ക് വരും, യോഗം വരികയാണ്. അത്രേ വലിയൊരു മഹാമഹതി ഇങ്ങനൊരു വിഷയം പറയുമ്പോൾ അത് നമുക്ക് ഏതായാലും 15 ദിവസത്തെ ലീവും ഉണ്ട്. അങ്ങനെ ദർപ്പണയിലേക്ക് ഞങ്ങൾ 3 ആളും കൂടി അങ്ങോട്ട് പോയി. അവിടെ ചെന്നിട്ടാണ് ഈ തീരുമാനമൊക്കെ ഉണ്ടാകും. അന്ന് അതുവരെ അവിടെ കൊടുത്തിരുന്ന ആൾക്കാർക്ക് കൊടുത്തിരുന്ന പിന്നെ പറഞ്ഞു, എനിക്കൊരു സ്ഥിരം ജോലിയുണ്ട്. ബലരാമനെ ഈ 3 ആൾ പറഞ്ഞതിൽ ബലരാമൻ കോഴ്സ് കഴിഞ്ഞ കൊല്ല ബലരാമനെ ചെണ്ടയ്ക്കെടുത്തു. ഒരു ശിവരാമൻ നായരുണ്ടായിരുന്നു, ചുട്ടി, ആദ്യത്തെ വിദ്യാർത്ഥിയാണ്. ഈയങ്കോടിൻ്റെ ഒക്കെ കൂടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥിയാണ്. മഹാരഥീനാണ്, നാടക കാര്യങ്ങളിലൊക്കെ വലിയ ആളായിരുന്നു. അയാളെ ചുട്ടിക്കും കൊണ്ടുപോയി. എന്തായാലും ഞങ്ങളെ 3 ആളെയും അവർക്ക് എന്തോ സന്തോഷമായി, ഇഷ്ടമായി എന്ന് മാത്രമല്ല, ഇവിടെ നിൽക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊരു സ്ഥിരം ജോലി ഉണ്ട്. ആ ജോലി കളഞ്ഞു വരുമ്പോൾ അതും അതിൻ്റെ ഒരു പിന്നെ അത്യാവശ്യം കുറച്ച് പരിപാടികളൊക്കെ കിട്ടാറുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്കത് ആ വാക്ക് തന്നെ അവരോട് പറയുന്ന ഒരു രീതി ഉണ്ടാവുമല്ലോ നമുക്ക് എപ്പോഴും. അത് അവർക്ക് അവർ നമ്മൾ പറഞ്ഞ ശമ്പളം തരികയാണ്. അതുവരെ അവിടെ കൊടുത്തിരുന്ന ശമ്പളത്തിൽ നിന്നും ഒരുപാട് കൂടുതൽ. ഇവിടെ 70 രൂപ തികഞ്ഞിരുന്നില്ല ഇരിങ്ങാലക്കുട ശമ്പളം. അപ്പോൾ അവിടുന്ന് ഒരു 500 ഉറുപ്പിയുടെ അടുത്തൊക്കെ കിട്ടും. പോരാ, കൊല്ലത്തിൽ 2 മാസത്തെ ലീവുണ്ട്, പോവാനുള്ള യാത്രാ ചെലവുകൾ അത് തരും. പിന്നെ പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ ട്രെയിനിലാണ് പോകണമെന്ന് വെച്ചാൽ അതിനൊരു പ്രത്യേക സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ല. വിദേശയാത്രകൾ അവിടെ നിന്ന് തരായി തുടങ്ങി. ആദ്യത്തെ വിദേശയാത്ര അവിടെ നിന്നാണ് പോയത്, യൂറോപ്പിലേക്ക്. അതൊക്കെ കഴിഞ്ഞു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അതിൽ ഞാനിവിടെ 3-4 ആൾക്ക് കത്തയച്ചു. അതിന് മറുപടി എഴുതിയ 2 ആളാണ്. അതിൽ ഒന്ന് ഡോക്ടർ KN പിഷാരടി, ഒന്ന് കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളാശാൻ. തിരിച്ചു മറുപടി എഴുതിയത് 2 ആളും എൻ്റെ ഗുണം അതിനോടൊപ്പം നന്മയും പറഞ്ഞുകൊണ്ടാണ്. കൃഷ്ണൻകുട്ടി പൊതുവാളാശാൻ എഴുതിയിട്ടുള്ള കത്ത് കുറേ കാലം എൻ്റെ കയ്യിൽ ഇരുന്നിരുന്നു. അത് എഴുതി ഏതായാലും താൻ ഇവിടുന്ന് കേരളം വിട്ടു പോകേണ്ട ആളല്ല, ഏതായാലും ദർപ്പണയിൽ പോയ സ്ഥിതിക്ക് എന്തെങ്കിലും ചില നേട്ടങ്ങൾ അവിടെ ചെയ്യാൻ തൊഴിൽ കഷ്ടിയാണെന്നൊക്കെ കത്തിൽ കണ്ടു. പക്ഷെ അതിലൊന്നും വിചാരിക്കണ്ട, അതൊക്കെ പിന്നെയും ഉണ്ടാവാം. ആദ്യം ഉണ്ടാവേണ്ടത് കുറച്ച് അതിനുള്ള ശ്രമം ചെയ്യുക, മറ്റ് കലകളൊക്കെ ആയിട്ട് താല്പര്യം കാണിക്കുക, അതിലൊക്കെ ശ്രദ്ധയുണ്ടാവുക. അപ്പോൾ ആ സമയത്ത് ആശാന്റെ കല്യാണം കഴിഞ്ഞുണ്ടോ? ദർപ്പണയ്ക്ക് പോകുമ്പോൾ കഴിഞ്ഞില്ല, അത് കഴിഞ്ഞു വന്നിട്ട് പിന്നെ ഈ ആശാന്മാരുടെയൊക്കെ നേതൃത്വത്തിലാണ് നടക്കും ചെയ്യുന്നത്.